ഹോണർ X10 എന്നുള്ള 5G ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും വില കുറഞ്ഞ 5G ഫോണാണിത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഹോണർ X10 എന്നുള്ള ഫോണിൻ്റെ വിശേഷങ്ങളാണ്. അതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്ത് വരുന്ന ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഹോണർ X10 വരുന്നത് 6.63 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേയുമായിട്ടാണ്. IPS LCD പാനലാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 20:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ഈ ഫോണിൽ നോച്ചും കാര്യങ്ങളൊന്നും വരുന്നില്ല. എടുത്തു പറയേണ്ട കാര്യം, ഈ ഫോൺ പോപ്പപ്പ് സെൽഫി ക്യാമറയുമായിട്ടാണ് വരുന്നത്. ഈ ഫോണിൽ ഏകദേശം 92% സ്ക്രീൻ ടു ബോഡി റേഷ്യോ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 150 ഹെർട്സിൻ്റെ ടച്ച് റെസ്പോൺസ് റേറ്റും ഈ ഫോണിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഫോണിൻ്റെ ഫ്രണ്ടിൽ അലൂമിനോ സിലിക്കേറ്റ് ഗ്ലാസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ കണ്ണിനൊന്നും വല്ലാതെ സ്ട്രെയിൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് TUV റെയിലൻ സർട്ടിഫൈ ചെയ്തിട്ടുള്ള ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഫോണിൻ്റെ ഫിംഗർ പ്രിന്റ് സെൻസർ വരുന്നത് ഫോണിൻ്റെ സൈഡിലെ പവർ ബട്ടണിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ്. പിന്നെ കമ്പനി അവകാശപ്പെടുന്നത് ഏകദേശം 0.3 സെക്കൻഡിൻ്റെ ഉള്ളിൽ തന്നെ ഈ ഫോൺ നമുക്ക് ഫിംഗർ പ്രിന്റ് സെൻസർ വെച്ചിട്ട് അൺലോക്ക് ചെയ്യാമെന്നാണ്. പിന്നെ ഫോണിൻ്റെ ബാക്കിൽ നമുക്ക് റെക്ടാങ്കുലർ ഷേപ്പിലുള്ള ഒരു ക്യാമറ മോഡ്യൂളാണ് ലഭിക്കുന്നത്. പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ KIRIN 820 എന്നുള്ള 5G പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സർ എന്ന് പറയാൻ പറ്റിയിട്ടുള്ള പ്രോസസ്സറാണ് KIRIN 820. ഇത് 7nm പ്രോസസ്സറാണ്. എടുത്തു പറയേണ്ട കാര്യം, ഈ ഫോണിൽ 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ നമുക്ക് 6GB RAM ആണ് ലഭിക്കുന്നത്. 8GB റാമുമായിട്ട് വരുന്ന മറ്റൊരു വെർഷനും വരുന്നുണ്ട്. 6GB റാമിൻ്റെ 2 വെർഷൻസാണ് വരുന്നത്. ഒരു വെർഷനിൽ 64GB ഇൻറ്റേണലും മറ്റൊരു വെർഷനിൽ 128GB ഇൻറ്റേണലുമാണ് വരുന്നത്. 8GB റാമിൻ്റെ കൂടെ നമുക്ക് 128GB ഇൻറ്റേണലാണ് ലഭിക്കുന്നത്. LPDDR4Xൻ്റെ റാമാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ നമുക്ക് ഹൈബ്രിഡ് സിം സ്ലോട്ട് ലഭിക്കുന്നുണ്ട്. അതായത് ഒരു മെമ്മറി കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സിം മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഫോണിൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന മൈക്രോ SD മെമ്മറി കാർഡ് അല്ല യൂസ് ചെയ്യുന്നത്. പകരം അതിനേക്കാൾ ചെറിയ NM കാർഡാണ് വരുന്നത്. പിന്നെ ഫോണിൻ്റെ ഗെയിമിംഗ് പെർഫോമൻസ് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് GPU ടെർബോ എന്നുള്ള ഫീച്ചറും അതുപോലെ തന്നെ KIRIN ഗെയിമിംഗ് പ്ലസ് 2.0 എന്നുള്ള ഫീച്ചറും കൊടുത്തിട്ടുണ്ട്. Android 10 ബേസ് ചെയ്തിട്ടുള്ള മാജിക് UI സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ഈ ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ നമുക്ക് ഗൂഗിളിൻ്റെ സപ്പോർട്ട് ലഭിക്കാൻ സാധ്യതയില്ല. ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ നമുക്ക് 3 ക്യാമറ സെൻസേഴ്സാണ് ലഭിക്കുന്നത്. 40 മെഗാപിക്സലിൻ്റെ f1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ സെൻസറാണ് വരുന്നത്. ഇത് സോണി IMX600 വൈഡ് സെൻസറാണ്. RYYB ലെൻസ് ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ സെൻസർ സൈസ് വരുന്നത് 1/1.7 ഇഞ്ചാണ്. പിന്നെ രണ്ടാമത് 8 മെഗാപിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 120 ഡിഗ്രിയാണ്. പിന്നെ മൂന്നാമത് 2 മെഗാപിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന മാക്രോ ലെൻസും വരുന്നുണ്ട്. ഈ ഫോണിൽ 4K വീഡിയോ റെക്കോർഡിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 960 FPS ലോ മോഷൻ വീഡിയോ റെക്കോർഡിംഗും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ലോ ലൈറ്റ് പെർഫോമൻസ് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് AI സൂപ്പർ നൈറ്റ് മോഡ് എന്നുള്ള ഒരു മോഡും കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് 16 മെഗാപിക്സലിൻ്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറയാണ് ലഭിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഇത് പോപ്പപ്പ് സെൽഫി ക്യാമറയാണ്. പിന്നെ ഈ ഫോണിൽ വെർച്വൽ 9.1 സറൗണ്ട് സൗണ്ട് എന്നുള്ള ഒരു ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. ബാറ്ററിയെ പറ്റി പറയുകയാണെങ്കിൽ 4300 mAhൻ്റെ ബാറ്ററിയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൽ 22.5 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Type-C ചാർജിംഗ് പോർട്ടുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോൺ ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പോൾ ചൈനയിലാണ് ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൻ്റെ വില വരുന്നത് ഏകദേശം 20,000 രൂപ മാത്രമാണ്. ഭാവിയിൽ ഇതിലും കുറഞ്ഞ വിലയിൽ 5G ഫോൺ വന്നേക്കാം. പക്ഷേ ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും വില കുറഞ്ഞ 5G ഫോൺ ഇതാണ്. പിന്നെ ഈ ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുള്ള കാര്യമൊന്നും പറയാൻ കഴിഞ്ഞിട്ടില്ല. ഹോണർ 9X എന്നുള്ള ഫോണും അതുപോലെ തന്നെ ഹോണർ 9X Pro എന്ന ഫോണും ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ മികച്ച ഫീച്ചേഴ്സുമായിട്ട് തന്നെയാണ് ഹോണർ X10 വരുന്നത്. അതും വളരെ കുറഞ്ഞ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ. പക്ഷേ ഈ ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ നമുക്ക് ഗൂഗിളിൻ്റെ സപ്പോർട്ട് ലഭിക്കാൻ സാധ്യതയില്ല. അങ്ങനെ ഒരു പ്രശ്നം വരും.